അപ്പോൾ നമ്മൾ വീണ്ടും ഇടിച്ചക്കയുടെ റെസിപ്പി ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇതിന് മുന്നേ നമ്മൾ 1-2 പ്രാവശ്യം ഇടിച്ചക്കയുടെ 65 ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഇന്നിപ്പം ഒരു വെറൈറ്റി സംഭവമാണ്. അപ്പോൾ നമുക്ക് ഇന്നലെ കിട്ടിയതാണ് ഈ ഇടിച്ചക്ക. അപ്പോൾ നമുക്കിന്ന് അതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഇടിച്ചക്കയുടെ പാശയൊക്കെ അങ്ങനെ ചകിരി വെച്ചിട്ട് കളഞ്ഞിട്ട് നമുക്കിതൊന്ന് ആദ്യം വേവിച്ചെടുക്കണം. ശേഷം മഞ്ഞൾപ്പൊടി ഉപ്പിട്ടിട്ട് വേവിച്ചെടുക്കാം. അധികം ചെറുതാക്കൊന്നും വേണ്ട, നമുക്ക് ഇങ്ങനെ കണ്ട് വേവിച്ചെടുക്കാം. ഇത്ര മതി. ബാക്കിയുള്ളതൊക്കെ ഇങ്ങനെ അതുപോലെ അരിഞ്ഞിട്ട് കുറച്ച് ഉപ്പും മഞ്ഞളും ഇട്ടിട്ട് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ ഉപ്പും മഞ്ഞളും ഇട്ടിട്ട് അടുപ്പത്ത് വെള്ളം വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ അതിലേക്ക് നമ്മളെ ഇടിയൻ ചക്ക ഇടുക. ഇതിനൊന്ന് വേവട്ടെ. അധികം വേവൊന്നുമില്ല, പെട്ടെന്ന് വെന്ത് വരും. ലേശം വെളിച്ചെണ്ണ ഒഴിക്കുക. ഇത് വേവുമ്പോൾ ഇതിൻ്റെ പശ അല്ലെങ്കിൽ അങ്ങനെ ചട്ടിയുമ്പോൾ പിടിക്കും. അപ്പോൾ നമ്മൾ ലേശം വെളിച്ചെണ്ണ ഒഴിച്ചാൽ മതി. അപ്പോൾ അതങ്ങനെ പിടിക്കില്ല. അപ്പോൾ നമ്മൾ ഇടിച്ചക്ക വെന്തിട്ടുണ്ട്. പിന്നെ നമുക്കിതിങ്ങനെ കോരിയെടുക്കാം. നമുക്ക് കുറച്ച് ഉള്ളി വറുത്തെടുക്കാം. ഉള്ളി, അണ്ടിപ്പരിപ്പ്, മുന്തിരിയൊക്കെ. അപ്പോൾ ഉള്ളി മൂത്തിട്ടുണ്ട്. അപ്പോൾ കോരിയെടുക്കാം. അപ്പോൾ നമ്മൾ നെയ്യ് ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് സവോള ഇട്ടിട്ട് വഴറ്റാം. ആവശ്യത്തിനുള്ള ഉപ്പിടാം. ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് പേസ്റ്റ് ഇടാം. തക്കാളി ഇടാം. ഉള്ളിയൊക്കെ മുറിച്ചിട്ട് തക്കാളി ഒന്നും കൂടി വാടിയതിന് ശേഷം ബാക്കി മസാലകളൊക്കെ ഇടാം. അപ്പോൾ തക്കാളി നന്നായി വാടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മസാലകളൊക്കെ ഒന്നിടാം. മസാല മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ഗരം മസാലപ്പൊടി, കുരുമുളക്, പിന്നെ പെരുംജീരകത്തിൻ്റെ പൊടി. അപ്പോൾ എല്ലാം കൂടി ഇട്ടിട്ട് ഒന്നും കൂടി വഴറ്റിയെടുക്കാം. ഇതിലേക്ക് നമ്മൾ ഉപ്പും മഞ്ഞളും ഇട്ട് വേവിച്ച് വെച്ച ഇടിച്ചക്ക ഇടാം. ഇതിൽ തൈര് ഒഴിച്ചിട്ടുണ്ട് കേട്ടോ, അത് പറയാൻ മറന്നുപോയി. അപ്പം ഇനി ഒന്ന് ഈ മസാലയിൽ കിടന്നിട്ട് 2 മിനിറ്റ് ഒന്ന് സെറ്റാവട്ടെ. അപ്പോൾ ഇടിച്ചക്കയൊക്കെ മസാലയൊക്കെ നല്ലോണം പിടിച്ചിട്ടുണ്ട്. ഇടിച്ചപ്പൊക്കെ ഇട്ട് ഒന്നും കൂടി നന്നായി ഇളക്കാം. റൈസൊക്കെ നമ്മൾ ആദ്യം തന്നെ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഇനി നമുക്ക് ഇട്ട് കിടക്കാം. നമുക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഇനി കുറച്ച് അണ്ടിപ്പരിപ്പ്, മുന്തിരി, ഒക്കെ ഇട്ട് കൊടുക്കാം. ഇനി കുറച്ച് നേരം നമുക്ക് മൂടി വയ്ക്കാം. ഇടിച്ചക്ക കൊണ്ടുള്ള ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്.
ഇനി നമുക്ക് ബിരിയാണിയിലേക്ക് കച്ചമ്പർ ഉണ്ടാക്കാം. അപ്പോൾ സബോളയും പച്ചമുളകും ഉപ്പും കൂടി ഒന്ന് തിരുമ്പ്. നന്നായി ഒന്ന് ഉപ്പ് പിടിക്കാൻ വേണ്ടിയിട്ട് ചേർക്ക്. ഇനി അതിലേക്ക് നമുക്ക് കുക്കുംബർ ഇടാം. രണ്ട് മിനിറ്റ് ഇങ്ങനെ വെച്ചതിന് ശേഷം തൈര് ചേർക്കാം. കുക്കുംബറും സവോളയൊക്കെ നമ്മൾ ഉപ്പൊക്കെ ചേർത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് തൈര് ഒഴിക്കാം. ഇപ്പോൾ കച്ചമ്പർ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഇടിച്ചക്ക കൊണ്ട് ഉള്ള സ്വാദിഷ്ടമായ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണേ.